Yeah.
രാത്രികാലം നമ്മുടെ മധ്യ ദൈവ സാന്നിധ്യമുണ്ട്. അവൻ നമ്മുടെ മധ്യയിലുണ്ട്. ആത്മാവിൽ അകക്കണ്ണുകളെ തുറക്കുന്നവർക്ക് ഇന്ന് രാത്രികാലം തിരിച്ചറിയുവാൻ കഴിയും. ആമേൻ. 7 നക്ഷത്രത്തെ വലങ്കയിൽ പിടിച്ചിരിക്കുന്നവൻ ഇതിനകത്തളങ്ങളിൽ ഉലാത്തുന്നുണ്ട്. നിലവിളക്കിന്റെ നടുവിൽ കൂടെ അവൻ ഭാരത്ത് പൊൻകച്ചയുണ്ട്.
പത്രോസ് കണ്ടതുപോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ അവന്റെ തേജസ്സിനെ കണ്ടതുപോലെ രാത്രികാലം ആമീൻ ആ സാന്നിധ്യം ഇതിനകത്തളങ്ങളിൽ ആമീൻ നിറഞ്ഞു നിൽക്കുകയാണ്. ആമീൻ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പറ, ആ സാന്നിധ്യം എന്നോട് കൂടെ പോരണമെന്ന്. ആമീൻ ഹല്ലേലൂയ. ഹല്ലേലൂയ. ചെങ്കടൽ ഹല്ലേലൂയ രണ്ടായി പിളർന്നതല്ല. ആമീൻ മരുഭൂമിയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മണ്ണ കൊടുത്തതല്ല. ആമീൻ ഹല്ലേലൂയ തീക്കൽ പാറയിൽ നിന്ന് വെള്ളം കൊടുത്തതല്ല. ആമീൻ ഹല്ലേലൂയ. ഇതൊന്നുമല്ല മോശയ്ക്ക് ഹല്ലേലൂയ വേണ്ടുന്നത്. മോശ പറയുന്ന കാര്യം ഒന്നേ ഉള്ളൂ. മോശ പറയുകയാണ്, യേശുവിന്റെ നാമത്തിൽ ഇതൊന്നും ഒരു വലിയ കാര്യമായിട്ട് ഞാൻ എണ്ണുന്നില്ല. എനിക്ക് നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ, നിന്റെ സാന്നിധ്യം എന്റെ ഭവനത്തിൽ, നിന്റെ സാന്നിധ്യം എന്റെ യാത്രയിൽ, സാന്നിധ്യം ഇതിനകത്തങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ആമീൻ. തുടർന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മൾക്ക് ആമീൻ ശ്രമിക്കുവാനുള്ള സമയമാണല്ലോ. ആമീൻ. അതിനായി സമയങ്ങളെ വേർതിരിക്കാൻ പോവുകയാണ്. ആമീൻ. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കണം. ആമീൻ. ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തിയോടെ, ആത്മാവിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ആമീൻ ദൈവത്തിന്റെ വചനം ആഴങ്ങളിലേക്ക് ഇറങ്ങി ആമീൻ രാത്രികാലം സംസാരിപ്പാൻ ആമീൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. ആഴത്തിൽ നിന്ന് എന്നോട് സംസാരിക്കണം എന്ന് രാത്രികാല ദൈവം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം അങ്ങനെ തന്നെ ചെയ്യുവാനിടയായി തീരും. ആമീൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ആമീൻ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാഴ്ചയുണ്ട്. യോബിന്റെ 10 മക്കളും കൂടെ ചേർന്ന് ആമീൻ മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടി. ഹല്ലേലൂയ. ആമീൻ. യോബിന്റെ 10 മക്കൾ ആമീൻ അവരവരുടെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠനായിരിക്കുന്ന ഏറ്റവും മൂത്ത സഹോദരന്റെ വീട്ടിൽ അവർ ഒരുമിച്ച് കൂടി യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ടോ, ഐക്യത കണ്ടോ, ഒത്തൊരുമ കണ്ടോ. ആമീൻ. അവർ ഒരുമിച്ച് ആ ഭവനത്തിൽ കൂടി യേശുവിന്റെ നാമത്തിൽ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഇന്ന് അങ്ങനാണോ? ഹല്ലേലൂയ. എന്നൊരു ഭവനത്തിൽ ആമീൻ ഒരാൾ ശാനംകാരനാണെങ്കിൽ ഒരാൾ IPC-കാരനായിരിക്കും, ഒരാൾ ദീപങ്കോസാരനാണെങ്കിൽ ഒരാൾ ചർച്ചക്കോടാരനായിരിക്കും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ തമ്മിൽ ഹല്ലേലൂയ മുഖത്തോട് മുഖം നോക്കത്തില്ല. ആമീൻ. ഹല്ലേലൂയ. അടുത്ത ഹല്ലേലൂയ സഹോദരന്റെ വീട്ടിൽ ഒരു പ്രാർത്ഥന നടന്നാൽ ആമീൻ ഹല്ലേലൂയ ഇപ്പുറത്തെ സഹോദരൻ പോവത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അതല്ല ദൈവത്തിന്റെ ആഗ്രഹം. ആമീൻ. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ യോബിന്റെ ഭവനത്തിൽ ആമീൻ ഒരുമിച്ച് കൂടിയതുപോലെ ഹല്ലേലൂയ നാളുകളിൽ ഹൃദയത്തിന്റെ അകത്തളങ്ങളുടെ ചില മതിലുകൾ ഇടിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില ചിന്തകൾ ഇടിഞ്ഞു മാറട്ടെ. ആമീൻ. ഹല്ലേലൂയ. എന്നെ രക്ഷിച്ച ദൈവത്തെ, ആമീൻ എന്നെ വീണ്ടെടുത്ത ദൈവത്തെ, ആമീൻ ഞാൻ എവിടെ ആയിരുന്നാലും ഉയർത്തുമെന്നുള്ള ഒരു കാഴ്ചപ്പാട് ആമീൻ ജനത്തിന്റെ ഹൃദയത്തിനകത്താണ് വിലപിലാളുകൾ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. രാത്രികാലം അതെ ആമീൻ ഹല്ലേലൂയ ആര് നടത്തിയെന്നല്ല, ആരുടെ പ്രാർത്ഥനയെന്നല്ല, ആമീൻ ഹല്ലേലൂയ ആരുടെ നാമത്തിലാണ് നടക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ, ആരുടെ നാമത്തിലാണ് നടക്കുന്നത് പ്രാർത്ഥന? ആമീൻ. നമ്മെ രക്ഷിച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണോ നടക്കുന്നത്? നമ്മൾ ഓടി ചെല്ലണം. ആമീൻ. അവനെ ഉയർത്തുവാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ. ഹല്ലേലൂയ. അങ്ങനെ ആമീൻ നാളുകളിൽ ആമീൻ ഈ പരിസരങ്ങളിൽ ദേശത്തുള്ള കുടുംബങ്ങളോട് ഇടപെടട്ടെ. ആമീൻ ഹല്ലേലൂയ സന്ദർശിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആമീൻ തുടർന്നുള്ള സമയങ്ങൾ ആമീൻ ചില നിമിഷങ്ങൾ ഹല്ലേലൂയ പ്രിൻസ് മോൻ മുൻപോട്ട് കടന്നു വന്ന് ആമീൻ ഹല്ലേലൂയ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ആമീൻ നമ്മളോട് സംസാരിക്കുവാനിടയായി. ദൈവത്തിന്റെ തന്നെ പരിശുദ്ധ നാമം വാഴ്ത്തുവാനുമാകട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസൻ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ദേവദാസന്മാർ, കുഞ്ഞുങ്ങളെ അവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അത്ഭുത വിശുദ്ധ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വേദഭാഗം വായിക്കാം. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. കണ്ണുകളടക്കി ഒരു നിമിഷം പ്രാർത്ഥന. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്,
അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്തു. കർത്താവേ, വചനത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. വാഴ്ത്തി അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് തരുമാറാകണം. അവിടുത്തെ പരിശുദ്ധ ആത്മാവ് ഞങ്ങളോട് ഹൃദയമായി സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനത്തെ വെളിപ്പെടുത്തി തരുമാറാകണം. പ്രാഗൽഭ്യത്തോടെ സംസാരിക്കാൻ ഇടയനെ ബലപ്പെടുത്തണം. കേട്ട് ഗ്രഹിക്കുവാൻ എൻ്റെ മക്കളെ സഹായിക്കണം. ഒരുമിച്ച് അനുഗ്രഹിക്കണം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഏവർക്കും പരിചിതമുള്ള ഒരു വേദഭാഗമാണ് വായിക്കുവാൻ ഇടയായി തീർന്നത്. കാൺമേൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. നമ്മൾ ദൈവമക്കളായി തീരുവാൻ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കൾ എന്ന പദവിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുവാൻ പിതാവായ ദൈവം ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നമ്മൾ ദൈവമക്കളാണോ? ആമേൻ. സ്തോത്രമാണോ? ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ദൈവമക്കളെന്നായി തീരുവാൻ വലിയ സ്നേഹം. എന്താ ആ സ്നേഹം? നമ്മുടെ മാതാപിതാക്കന്മാർക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് ഒക്കെ നമ്മളോട് സ്നേഹമുണ്ടല്ലേ? അതിലുപരിയായിട്ട് ദൈവം വലിയൊരു സ്നേഹം തന്നു. അത് യേശു കർത്താവിനെ നമുക്ക് വേണ്ടി തന്നതാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ വയനാടിൻ്റെ പ്രദേശത്തായിരുന്നു. അവിടെ ഒരു ഗോത്രവർഗക്കാരുടെ ഇടയിൽ കടന്നു പോകുവാനും ചില ദിവസങ്ങൾ അവരോടൊപ്പം ആയിരിക്കാനും ശുശ്രൂഷിക്കുവാനും ഒക്കെ ഭാഗ്യം നൽകുവാനും ഇടയായിത്തീർന്നു. അവിടെ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു 6 വർഷത്തിന് മുൻപ് ഞങ്ങളുടെ കോളനിയിൽ ഒരു പോലീസുകാർ പോലും കേരളത്തിലായിരുന്നു. അത്രമാത്രം ശക്തമായിട്ട് അവിടുത്തെ ജനങ്ങൾ ഗുണ്ടാ സംഘങ്ങളായിട്ടും മറ്റു പലവിധമാകുന്ന മേഖലകളിലൂടെ സഞ്ചരിച്ചവരായിരുന്നു. അങ്ങനെയുള്ള ആ ഒരു സമൂഹത്തെ എപ്പോഴും ആത്മഹത്യയും കൊലപാതകങ്ങളുമൊക്കെ അവിടെ അടിക്കടി സംഭവങ്ങളാണ്. അങ്ങനെ ഇരുന്ന അവരെ യേശുക്രിസ്തുവിന്റെ സ്നേഹം വന്ന് തേടിയെത്തി വന്നു. അവർ പറയുന്നത്, ഈ 5 വർഷം കൊണ്ട് ഞങ്ങളുടെ ഇടയിൽ ആത്മഹത്യയില്ല, കൊലപാതകങ്ങളില്ല, ഞങ്ങൾക്ക് സമാധാനമുണ്ട്. ആ വിശ്വത്ര അവർ ദൈവത്തെ ആത്മാർത്ഥമായി ആരാധിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം നമ്മിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ ജീവിതത്തെ ആകമാനം മാറ്റുവാനിടയായി തീരും. ഹല്ലേലൂയ. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു പദവിയും ഉണ്ടായിട്ടല്ല. നമ്മൾ ആരും വലിയ ശ്രേഷ്ഠത പറയുവാനുള്ള യാതൊന്നുമില്ല. ഹൈന്ദവ ചിന്ത അനുസരിച്ച് പറയുന്നത്, ബ്രഹ്മം അറിയുന്നവനാണ് ബ്രാഹ്മണൻ, അവനാണ് ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്നത്. അപ്പോ അവരുടെ ചിന്ത എന്ന് പറയുന്നത്, ബ്രാഹ്മണനായി മാറിയാൽ മാത്രമേ മോക്ഷം ലഭിക്കത്തുള്ളൂ. മറ്റ് ജാതിയിൽ പിറന്ന ഒരാൾക്കും മോക്ഷം പ്രാപിക്കാൻ കഴിയത്തില്ല. ആ ബ്രാഹ്മണ്യത്തിലേക്ക് വീണ്ടും ജന്മമെടുത്ത് കടന്നു വന്നെങ്കിൽ മാത്രമേ മോക്ഷത്തിന് അർഹനായി തീരത്തുള്ളൂ. പക്ഷേ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചത് മൂലം സകല മാനവജാതിക്കും മോക്ഷം അഥവാ നിത്യത നമുക്ക് വേണ്ടി ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം അല്ലെങ്കിൽ പിതാവിന്റെ സ്നേഹം എത്ര വലിയ സ്നേഹം. ഈ സ്നേഹത്തെ കുറിച്ച് യോഹന്നാൻ 3-ാം അധ്യായം, യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഒന്ന് വായിച്ചാൽ. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തിലായിരുന്ന നമ്മെ സ്നേഹിക്കുവാനിടയായി തീർന്നു.
സാക്ഷാൽ ദൈവമായിരുന്നവൻ. യെശയ്യാ പ്രവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. ആരെ കുറിച്ചാ? യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ പിതാവായ ദൈവം തന്നെ മനുഷ്യാവതാരമായി ഈ ഭൂമിയിലേക്ക് വന്നു. എന്തിനു വേണ്ടി? പാപത്തിൽ പതിച്ച ജനത്തെ അതിൽ നിന്ന് പുനർജീവിപ്പിച്ച്, അല്ലെങ്കിൽ അതിൽ നിന്ന് വേർപെടുത്തി ദൈവത്തോടടുപ്പിക്കുവാൻ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയപ്പോൾ ദൈവികമാകുന്ന ഗുണങ്ങളും ദൈവികമാകുന്ന സ്വഭാവങ്ങളും നൽകിയാണ് മനുഷ്യനെ സൃഷ്ടിക്കുവാനിടയായത്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തത് മൂലം അവന്റെ സ്വഭാവങ്ങൾ, ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ നഷ്ടപ്പെടുവാനിടയായത്. പാപത്തിന്റെ സ്വാധീനതയിൽ മനുഷ്യൻ മുഴുകി അധർമ്മം പ്രവർത്തിച്ചുകൊണ്ട്, ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ട് ജീവിതം കഴിക്കുവാനിടയായത്. പരിശുദ്ധാത്മാവ് പലപ്പോഴും അവരുടെ ഹൃദയത്തോട് സംസാരിച്ചു, നീ മടങ്ങി വരണം, മടങ്ങി വരണമെന്ന്. പക്ഷെ അവർ മടങ്ങി വരുവാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം പറയുന്നത്, അവൻ ജഡമല്ലോ, എന്റെ ആത്മാവ് അവന്റെ ഉള്ളിൽ സദാകാലം വാദിച്ചു കൊണ്ടിരിക്കുന്നത്. ദിവസം 6-ാം അധ്യായം 4-ാം വാക്യത്തിലെ ഭാഗമാണ്. ദൈവം പറയുക, എന്റെ ആത്മാവ് സദാകാലം അവനോട് വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. അവൻ ജഡമല്ലോ, അവന്റെ ജഡത്തിന്റെ സ്വഭാവങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ അവൻ ആഗ്രഹമില്ല. അവൻ സ്തോത്രം. അപ്പൊ അങ്ങനെ ഒരു സമൂഹം ദൈവത്തിൽ നിന്ന് അകന്നു മാറിക്കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന് മനുഷ്യനോട് മനസ്സലിവ് തോന്നിയിട്ട് സാക്ഷാൽ ദൈവമായിരുന്നവൻ മനുഷ്യാവതാരമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. തന്റെ ദൈവത്വം മാറ്റിവെച്ച് കേവലം മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം പറയുന്ന കാര്യം ഇങ്ങനെയാണ്, നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരവും മനുഷ്യനെ സൃഷ്ടിക്കും. അപ്പോൾ സ്വരൂപത്തിലും സാദൃശ്യത്തിലും എന്ന് പറയുമ്പോൾ ദൈവിക ഗുണങ്ങളോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയത്. മനുഷ്യൻ പാപം ചെയ്ത് ദൈവികമാകുന്ന ഗുണങ്ങളെല്ലാം മാറ്റപ്പെട്ടു. അവൻ പിശാചിന്റെ അടിമത്തത്തിലേക്ക് കടന്നുപോയി. പിശാചിന്റെ സ്വഭാവങ്ങൾ അവനിൽ പകരുവാനിടയായി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവിക ഗുണങ്ങൾ നഷ്ടപ്പെട്ടവനായി, ദൈവത്തിന്റെ അംശങ്ങൾ നഷ്ടപ്പെട്ടവനായി മനുഷ്യൻ വികൃതനായി മാറുവാനിടയായി. ആ സമയത്ത് ദൈവം ഇറങ്ങി വന്നത് മനുഷ്യന്റെ സ്വരൂപത്തിലാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുവാനിടയായി തീർന്നത്, അവൻ ദാസരൂപമെടുത്തു, മനുഷ്യനെ പോലെ മനുഷ്യ സാദൃശ്യത്തിലായി. എങ്ങനെ? അവൻ സ്തോത്രം, അവൻ നഷ്ടപ്പെട്ടു പോയ നിത്യതയുടെ അനുഭവങ്ങൾ നഷ്ടപ്പെടുത്തിയ ആ മനുഷ്യന്റെ സാദൃശ്യത്തിലേക്ക് സാക്ഷാൽ ദൈവം ഇറങ്ങി വരുവാനിടയായി. സ്തോത്രം, ഹല്ലേലൂയ. ഈ ലോകത്തിലേക്ക് വന്ന് മാനവരാജിക്ക് വേണ്ടി യേശു കർത്താവ് അവയെ ഏറ്റവും കൂടുതൽ കഷ്ടമനുഭവിക്കുവാനിടയായി. യേശു കർത്താവ് സാക്ഷാൽ ദൈവമായിരുന്നവൻ, ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചുണ്ടാക്കിയവൻ, അവൻ ഈ പാപികളാകുന്ന മനുഷ്യരാൽ കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഏൽക്കുവാനിടയായി തീർന്നു. യേശു കർത്താവിനെ പിടിക്കപ്പെടുന്നത് മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനിടയായി തീർന്നു. ഗെത്സമന മുതൽ യേശു കർത്താവ് പ്രാണവേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വേളകൾ, കേവലം ഈ ലോകത്തിലെ മനുഷ്യൻ യേശു കർത്താവിനെ അധികമായിട്ട് അവനെ നിന്ദിക്കുവാനിടയായി തീർന്നു. 6 കോടതികളിൽ അല്ലെങ്കിൽ 5 കോടതികളിൽ വിസ്തരിക്കുവാനിടയായി തീർന്നു. ഒരു കോടതിയിൽ 2 പ്രാവശ്യം, അങ്ങനെ 6 പ്രാവശ്യം വിസ്തരിക്കുവാനിടയായി തീർന്നു. ആദ്യത്തെ 3 കോടതികൾ അവിടുത്തെ മതകോടതികളാണ്. യേശു കർത്താവിനെ ദൈവനിന്ദ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ക്രൂശിക്കുവാൻ വേണ്ടി അവര് അതിനു വേണ്ടി നിയോഗിക്കുവാനിടയായി തീർന്നു. എന്നാൽ ആ രാജ്യത്തിന്റെ ഭരണകൂടത്തിലെ സിവിൽ കോടതികൾ
യേശു കർത്താവിനെ വിസ്തരിച്ചപ്പോൾ ഇവർ പറയുന്ന തരത്തിലുള്ള കൊല ചെയ്യുവാൻ അല്ലെങ്കിൽ ക്രൂശ് മരണത്തിന് വേണ്ടിയുള്ള കാരണങ്ങളൊന്നും അവർ കണ്ടെത്തുവാനിടയായി തീർന്നില്ല. എങ്കിലും അവരുടെ ആവശ്യപ്രകാരം യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ പടയാളികൾ പിടിച്ചുകൊണ്ടുവന്ന് യേശു കർത്താവിനെ പരിഹസിക്കുന്ന അനുഭവം വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം, സാക്ഷാൽ സർവശക്തനായ ദൈവം കേവലം മനുഷ്യന്റെ വാക്കുകളുടെ മുൻപിൽ മിണ്ടാതെ നിൽക്കുവാനിടയായിരുന്നു. സ്തോത്രം. ഒന്ന് ചിന്തിച്ചു നോക്കേ, ഒറ്റ നിമിഷം കൊണ്ട് കാര്യം മുഴുവൻ തിരുത്തി മറിക്കുവാൻ കഴിയുന്ന സാക്ഷാൽ ദൈവം ഈ ലോകത്തെ ഇല്ലായ്മയിൽ നിന്നത് ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ സർവശക്തനായ ദൈവം കേവലം മനുഷ്യന്റെ മുൻപിൽ മിണ്ടാതെ ഇരിക്കുവാനിടയായി. സ്തോത്രം. യേശു കർത്താവിനെ നീ രാജാവാണെങ്കിൽ ഞങ്ങളോട് പറയുക, നിന്നെ അടിച്ചത് ആര് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പ്രലോഭിപ്പിക്കുവാനിടയായി. പിശാച് അവനെ പ്രലോഭിപ്പിച്ചു. അവിടെ ആയിരുന്ന സമൂഹം അവനെ പ്രലോഭിപ്പിച്ചു. എന്നാലും യേശു കർത്താവ് അതിന്റെ ഒന്നും മുൻപിൽ പതറാതെ യേശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞതുപോലെ രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ അവിടെ നിൽക്കുവാനിടയായി. സ്തോത്രം. വളരെ കഷ്ടങ്ങൾ. സ്തോത്രം. നമ്മള് യേശു കർത്താവിന്റെ ക്രൂശിത രൂപം പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നു. മറ്റു പലയിടങ്ങളിൽ സഞ്ചരിക്കുമ്പോഴൊക്കെ അത് നാട്ടിയിരിക്കുന്നതും ഫോട്ടോയിലുമൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ ആ മനുഷ്യന്റെ അല്ലെങ്കിൽ ആ ക്രൂശിത രൂപത്തിന്റെ ആ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ കയ്യിൽ നിന്ന് രക്തം ഒഴുകുന്നു, കാലുകളിൽ നിന്ന്, മാറിടത്തിൽ നിന്ന് ഒക്കെ അല്പമായിട്ട് പൊടിഞ്ഞു വരുന്ന ഒരു രൂപമാണ് നമുക്ക് കാണുന്നത്. എന്നാൽ യേശു കർത്താവിന്റെ കാൽവറി ക്രൂശിൽ ഒരു പച്ച മനുഷ്യൻ സ്തോത്രം കഷ്ടത അനുഭവിച്ച ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അവരുടെ രക്തം ശരീരമാസകലം നിറഞ്ഞ് അവനെ കുനിച്ചു നിർത്തി അവന് ചാട്ടവാറുകൊണ്ട് അടിച്ചപ്പോൾ മുതുക് ഉഴവുചാല് പോലെയായി എന്നാ പറയുന്നത്. ഒരു കണ്ടം ഉഴുതു മറിച്ചിടുന്നത് പോലെ യേശു കർത്താവിന്റെ മുതുക് ആയി മാറുകയാണ്. അവിടെ നിന്നെല്ലാം ഒലിച്ചിറങ്ങിയ രക്തം ആ നെഞ്ചിലും ആ വയറ്റിലുമായിട്ട് ആ ഒഴുകിയിറങ്ങിയ രക്തം ഒരു മൃഗത്തെ തോലുരിച്ച് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു മൃഗത്തിന്റെ ആ അനുഭവത്തോലെ യേശു കർത്താവായി മാറുവാനിടയായി. സ്തോത്രം. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഇത്രമാത്രം കഷ്ടം അനുഭവിക്കുവാൻ അവൻ എന്ത് ചെയ്തു? അവനിൽ യാതൊരു കുറ്റവും ഉണ്ടായിരുന്നില്ല. സ്തോത്രം. എന്തിനു വേണ്ടി യേശു കഷ്ടം അനുഭവിച്ചു? നമ്മെ നേടുവാൻ. ഹല്ലേലൂയ. അതാണ് ദൈവം നമ്മെ സ്നേഹിച്ച ഇത്ര വലിയ സ്നേഹം. ഹല്ലേലൂയ. നമ്മൾ അനുഭവിക്കേണ്ട കഷ്ടം, നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷ, നമ്മൾ അനുഭവിക്കേണ്ട സ്തോത്രം ശിക്ഷാവിധി അവൻ നമുക്ക് വേണ്ടി അനുഭവിക്കുവാൻ. അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് അവൻ നമുക്ക് വേണ്ടി ഇതൊക്കെ സഹിച്ചത്? എന്തിനു വേണ്ടിയാണ് സ്തോത്രം അവൻ ഇതൊക്കെ സ്തോത്രം നിഷ്കളങ്കനായി സഹിച്ചത്? നമ്മെ നിത്യതയിൽ ദൈവരാജ്യത്തിന്റെ അവകാശങ്ങളാക്കി തീർക്കുവാൻ വേണ്ടിയാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത്. ഹല്ലേലൂയ. നിത്യജീവൻ പ്രാപിക്കേണ്ടത്. സ്തോത്രം. നാം ഇന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി, നമ്മുടെ യേശു കർത്താവ് മടങ്ങി വരുമ്പോൾ അവന്റെ അടുക്കലേക്ക് പോകുവാൻ വേണ്ടി എത്രമാത്രം നാം ഒരുങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. പഴയ നിയമ പഴയകാല ഭക്തന്മാർ
യേശു കർത്താവിന്റെ വരവിനെ നോക്കി പാർത്തിരുന്നവരാണ്. സ്തോത്രം. അവരുടെ ഗാനങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ ആ പ്രത്യാശ നമുക്ക് മനസ്സിലാകുവാൻ ഇടയായി തീരും. പക്ഷെ ഇന്നത്തെ പാട്ടുകൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്തോത്രം നിത്യതയെ കുറിച്ചുള്ള ദർശനം വിരളമായിട്ട് മാത്രമേ നമുക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. നമ്മെ നേടുവാൻ വേണ്ടി ഇത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയത് നമ്മളെ നിത്യതയിൽ എത്തിക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളുടെ സഭയുടെ പ്രസിഡന്റ് എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്. സ്തോത്രം. അദ്ദേഹത്തിന്റെ പിതാവ് മരിക്കുന്ന സമയത്ത് ആ പിതാവ് ഇപ്രകാരം ഇങ്ങനെ പറയുവാനിടയായി തീർന്നു. അവരുടെ മക്കളും ഒക്കെ കൂടിയിരുന്നപ്പോൾ മരണസമയം അടുത്തു വരുമ്പോൾ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, എവിടെ നിന്നും ഒരു പാട്ട് കേൾക്കുന്നു എന്ന് പറയുവാനിടയായി. അപ്പൊ പലപ്പോഴും അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു, എവിടെ നിന്നും ഒരു പാട്ട് കേൾക്കുന്നു. അത് എന്തുവാണെന്ന് അവർ ചോദിക്കുവാനിടയായിട്ടുണ്ട്. അപ്പൊ തോന്നലായിരിക്കുന്നു കൂടെയുള്ളവർ പറയുവാനിടയായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ല, ആ പാട്ട് ഇങ്ങോട്ടാ വരുന്നതെന്ന് പറഞ്ഞു. ആ വരുന്നത് എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ താൻ പ്രാണനെ വിട്ട് ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ കേട്ട ഒരു സാക്ഷ്യവാചകം. കഴിഞ്ഞ ദിവസം ഞാൻ വയനാട്ടിൽ പോയപ്പോൾ ഞാൻ ആ ഗോത്രവർഗക്കാരുടെ ഇടയിൽ ആയിരുന്നപ്പോൾ അവിടുത്തെ ദൈവദാസ ഇവിടെ പത്തനംതിട്ടയിൽ അടുത്തുള്ള ലാഹ എന്ന് പറഞ്ഞ സ്ഥലത്തെ അദ്ദേഹത്തിന്റെ ഭവനം, അദ്ദേഹം അവിടെ ശുശ്രൂഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് അവിടെ വെച്ച് മരിക്കുവാനിടയായിട്ടുണ്ട്. മരിച്ച് അടക്കപ്പെട്ട ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞു, എല്ലാം ശാന്തമായി. അപ്പൊ അവര് കടന്നു വന്നവരെയൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ CCTVയുടെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുവാനിടയായിട്ടുണ്ട്. ആ പരിശോധിച്ച സമയത്ത് അവർ ബാക്കിലേക്ക് പോയപ്പോൾ തന്റെ പിതാവിന്റെ മരണസമയത്തിന്റെ ആ സമയം അവർ നോക്കിയപ്പോൾ കണ്ട അവർ എന്നോട് പറഞ്ഞ ഒരു കാര്യം, ആ പിതാവ് മരിക്കുന്ന തൊട്ടു മുൻപാണ് ഇതുപോലെ ഒരു പാൻറ്റും മേളവും ഭയങ്കര സൗണ്ടും അവിടെ ഉണ്ടായി. അതിന്റെ അടുത്തേക്ക് വരുന്ന ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അത് ദൂരെ മാറി പോകുന്നതും അവർക്ക് കേൾക്കുവാനിടയായി. അവര് സ്വാഭാവികമായിട്ട് കേട്ടില്ല, പക്ഷെ ഈ CCTVയിലൂടെ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് അവർ കേൾക്കുവാനിടയായത്. ഒരു ദൈവഭക്തനെ ദൈവം വന്ന് സ്തോത്രം ഒരു ദൂതന്മാർ വന്ന് ആനയിച്ചു കൊണ്ടുപോകുന്ന ഒരു അനുഭവമാണ്. ആ സമയത്ത് അവരുടെ സ്തോത്രം ആ ശബ്ദം കേൾക്കുമ്പോൾ അവിടെ ആ ചർച്ച് മുഴുവനും കുലുങ്ങത്തക്ക രീതിയിലായിരുന്നു ആ സൗണ്ട് എന്ന് പറയുവാനിടയായിരുന്നു. അപ്പൊ അത് അവിടുത്തെ ചർച്ചിലെ എല്ലാവരെയും കൊണ്ടുവന്ന് കാണിപ്പിച്ചു. പക്ഷെ അത് സേവ് ചെയ്യാൻ പറ്റിയില്ല. അവർ എത്രമാത്രം ശ്രമിച്ചിട്ടും സേവ് ആവുന്നില്ലായിരുന്നു. ആ ചർച്ചിലുള്ള എല്ലാവരും അത് കേൾക്കുവാനിടയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ലോകത്തെ ജീവിക്കുമ്പോൾ നമ്മുടെ നിത്യതയെക്കുറിച്ച് എത്രമാത്രം ഉറപ്പിക്കണമെന്ന് ദൈവം അവിടെ ബോധ്യപ്പെടുത്തി തരുവാനിടയായിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ നിത്യതയാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിൽ നമ്മൾ എന്തൊക്കെ നേടിയാലും സ്തോത്രം നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടാൽ ഒന്നുമില്ലാതായി മാറുവാനിടയായിരിക്കും. ഹല്ലേലൂയ. ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ താനിങ്ങനെ പറയുവാനിടയായി തീർന്നു. താൻ ഇപ്രകാരം പറയുന്നു, നമ്മുടെ പണം നഷ്ടപ്പെട്ടാൽ ഒന്നും സംഭവിക്കത്തില്ല, എന്നാൽ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. എന്നാൽ നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ സ്തോത്രം നമുക്ക് സകലത നഷ്ടമാകുവാനിടയായിത്തീരും. ദൈവവചനം പറയുകയാണ്, സ്തോത്രം ഒരു ആത്മാവിന്റെ വില സകല ലോകത്തിലേക്കും വിലയുള്ളതാണ്. അതിനെ നഷ്ടപ്പെടുത്തരുത്. ഹല്ലേലൂയ. സ്തോത്രം. യേശു കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് നമ്മെ നിത്യതയ്ക്ക് കൊണ്ടുപോകുവാൻ, നമ്മുടെ നിത്യത ഉറപ്പിക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. സ്തോത്രം. എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അനേക വിശ്വാസ വീരന്മാരെ നമുക്ക് കാണുവാൻ കഴിയും.
വിശ്വാസം അനുകരിക്കുവാൻ കഴിയുന്ന അനവധി നിരവധി ആൾക്കാരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. 11-ാം അധ്യായം വായിക്കുമ്പോൾ സ്തോത്രം വിസ്തരിച്ച് സ്തോത്രം ലേഖകർ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവർ വിശ്വാസത്താൽ രാജ്യങ്ങളെ അവകാശമാക്കി, വിശ്വാസത്താൽ അവർ സ്തോത്രം പലതും നേടി. സ്തോത്രം എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് 12-ാം ലേഖനത്തിൽ പറയുന്നത്, 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, നിങ്ങൾ അവരെ എങ്ങുമല്ല അനുകരിക്കേണ്ടത്, സ്തോത്രം യേശു കർത്താവിനെ അനുകരിക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന യേശുവിനെ നോക്കണം. അവന്റെ പിന്നാലെയാണ് നമുക്ക് പോകുവാനുള്ളത്. സ്തോത്രം അനേകം വ്യക്തി ജീവിതങ്ങൾ റോൾ മോഡലായിട്ട് ഈ ലോകത്തിൽ കണ്ടെന്നു വരാം. അനേകം വ്യക്തി ജീവിതങ്ങൾ അനുകരിക്കുവാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ മുൻപിൽ കണ്ടെന്നു വരാം. പക്ഷെ അവരെയൊന്നുമല്ല നാം നോക്കേണ്ടത് യേശു കർത്താവിനെയാണ്. യേശു കർത്താവിനെയാണ് അനുകരിക്കുവാനുള്ളത്. കാണുന്ന ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ അവനാണ് നമുക്ക് കാൽവരിയിൽ തന്റെ രക്തം ഊറ്റി തന്നത്. മറ്റുള്ളവരാലും നമ്മുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടി നമ്മെ നിത്യതയ്ക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി അവർ ഒന്നും ചെയ്തില്ല. അവൻ യേശു കർത്താവാണ് നമുക്ക് കാൽവരിയിലൂടെ പുതിയ വഴി തുറന്നത്. അവന്റെ പിന്നാലെ പോകണം, അവന്റെ പിന്നാലെ യാത്ര ചെയ്യണം. അവന്റെ പിന്നാലെ പോകുന്നുവെങ്കിൽ മാത്രമേ നിത്യതയെ അവകാശമാക്കി തീർക്കുവാൻ കഴിയത്തുള്ളൂ. നിത്യതയുടെ രാജ്യത്തിൽ അവകാശം ലഭിക്കുവാൻ കഴിയത്തുള്ളൂ. അനുകരിക്കുവാൻ കഴിയുന്ന മറ്റുള്ളവരുടെ മുമ്പേ പോയാൽ കാര്യസാധ്യം നടന്നു എന്ന് വരാം. എന്നാൽ നിത്യതയുടെ അവകാശം ലഭിക്കണമെങ്കിൽ യേശുവിന്റെ പിന്നാലെ പോയേ മതിയാകൂ. യേശു പഠിപ്പിച്ചതുപോലെ പഠിച്ചേ മതിയാകൂ. യേശു ജീവിച്ചതുപോലെ ജീവിച്ചേ മതിയാകൂ. പ്രയാസമുള്ള കാര്യമാണ്, അത് ഇച്ചിരി സ്തോത്രം കട്ടിയായിട്ടുള്ള കാര്യമാണ്. യേശുവിന്റെ ഉപദേശത്തിന്റെ പിന്നാലെ പോകുന്നത്. സ്തോത്രം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ അത് പറയുവാനിടയായിട്ടുണ്ട്. സ്തോത്രം അപ്പം വാഴ്ത്തി അനുഗ്രഹിച്ചപ്പോൾ 5000 പേരുണ്ടായിരുന്നു. പിറ്റേ ദിവസം അതിലും അധികം ആൾക്കാർ കടന്നു വന്നു. ഇന്നും അപ്പം വാഴ്ത്തി തരുമെന്ന് വിചാരിച്ചു. പക്ഷേ അന്ന് യേശു കർത്താവ് പറഞ്ഞത് സ്തോത്രം മറ്റൊരപ്പത്തെ കുറിച്ച, തന്റെ ശരീരമാകുന്ന അപ്പത്തെ കുറിച്ച്. ഹല്ലേലൂയ. തന്റെ ശരീരമാകുന്ന അപ്പത്തെ കുറിച്ച് യേശു കർത്താവ് വിസ്തരിച്ച് പറഞ്ഞപ്പോൾ അവനെ വിട്ട് ജനം മാറുവാനിടയായിട്ടുണ്ട്. സ്തോത്രം അവന്റെ പിന്നാലെ പോകുന്നത് നിർത്തുവാനിടയായിട്ടുണ്ട്. സ്തോത്രം ശിഷ്യന്മാരോട് യേശു കർത്താവ് ചോദിച്ചു, സ്തോത്രം നിങ്ങൾക്കും പോകണമെങ്കിൽ പോകാം. സ്തോത്രം ഹല്ലേലൂയ. നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം. പത്രോസ് പറഞ്ഞു, നിത്യജീവന്റെ മൊഴികൾ നിന്നിലാകുകയുള്ളത്, നിന്നെ വിട്ടിട്ട് അടിയങ്ങൾ ഇങ്ങോട്ട് പോകാൻ. സ്തോത്രം നിത്യതയിൽ പോകണമെങ്കിൽ യേശു പറയുന്നത് കേൾക്കണം. ദൈവവചനം അനുസരിച്ച് ജീവിക്കണം. ദൈവവചനത്തിലെ ഉപദേശങ്ങളിലൂടെ സ്തോത്രം അപ്പോസ്തലന്മാർ ഉപദേശിച്ച ഉപദേശം അനുസരിച്ച് നടക്കണം. എങ്കിൽ മാത്രമേ നിത്യതയെ അവകാശമാക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമുക്ക് പദവിയൊന്നും ലഭിച്ചില്ല എന്ന് വരാം. ഈ ലോകത്ത് സ്തോത്രം നമുക്ക് ശ്രേഷ്ഠതയൊന്നും പറയുവാനില്ല എന്ന് വരാം. സ്തോത്രം കുലത്തിന്റെയോ ജാതിയുടെയോ യാതൊന്നും പറയുവാൻ കഴിയത്തില്ല. എങ്കിലും നിത്യതയിൽ എത്തുമ്പോൾ യേശു കർത്താവ് ഇരിക്കുന്നിടത്ത് നമ്മെയും ഇരുത്തുവാൻ വേണ്ടിയാണ് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്ര യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാൻ കഴിയും. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ നിങ്ങളെയും എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തുവാനിടയായി തീരും. സ്തോത്രം ഈ ലോകത്തിൽ സ്തോത്രം യേശു കർത്താവ് തന്ന ഉറപ്പ്. സ്തോത്രം വരുവാനുള്ള ലോകത്തിൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തും. അതിന് നാം ജയിക്കേണ്ടത് ആവശ്യമുണ്ട്. യേശു കർത്താവ് സകലത്തെയും ജയിച്ചതുപോലെ നാമും ജയിക്കേണ്ടത് ആവശ്യമുണ്ട്. വെളിപ്പാട് പുസ്തകം സ്തോത്രം 3-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം ഒന്ന് വായിച്ചട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം
21-ാമത്തെ വാക്യം. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ സ്തോത്രം, നമ്മെ വിളിച്ചിരിക്കുന്നത് അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാനാണ്. യേശുവിന്റെ സിംഹാസനത്തിൽ, പിതാവിന്റെ സിംഹാസനത്തിൽ. പിതാവിന്റെ സിംഹാസനം പുത്രന് കൊടുക്കുവാനിടയായി തീർന്നു. പുത്രന്റെ സിംഹാസനത്തിൽ നാമും അവന്റെ മണവാട്ടിയായി ഇരിക്കുവാനുള്ളതാണ്. ഹല്ലേലൂയ, അവൻ സ്തോത്ര, ഹല്ലേലൂയ. അവൻ മറ്റു പലതിന്റെയും പുറകെ പോയാൽ അവിടെ ഇരിക്കുവാൻ കഴിയത്തില്ല. ഇവിടുത്തെ ഈ ലോക ജീവിതം എന്ന് പറഞ്ഞാൽ അവിശ്വത്ര ഏറെയായാൽ 80 ആ ഒരു കാലയളവേ ഇവിടെയുള്ളൂ. അത് കഴിഞ്ഞാൽ നിത്യ യുഗായുഗം അവിശ്വത്രം അവിടെ നാം വാഴണമെങ്കിൽ നാം ഇവിടെ അവിശ്വത്രം ചിലത് കരുതണം. പാപത്തെ ജയിക്കണം, അവിശ്വത്രം പിശാചിനെ ജയിക്കണം, അവിശ്വത്രം ലോകത്തെ ജയിച്ച് നാം മുന്നേറിയാൽ മാത്രമേ അവിടെ നമുക്ക് ഓഹരി ഉണ്ടാകുവാനിടയായിട്ടുള്ളൂ. അതിനായിട്ട് നമുക്ക് ഒരു തീരുമാനമെടുക്കാം. ഇതുവരെയും എന്റെ നിത്യതയെ കുറിച്ച് ഞാൻ ഓർത്തിട്ടില്ല എങ്കിൽ, എന്റെ മരണശേഷം അമിഷ്ടോത്രം എന്റെ ആത്മാവിനെ ആനയിക്കുവാൻ ദൈവദൂതന്മാർ വന്നില്ല എങ്കിൽ, എന്നെ പിടിച്ചു കെട്ടുവാൻ വരുന്ന ഒരു അമിഷ്ടോത്രം കള്ളനെ പിടിച്ചു കെട്ടുവാൻ പോലെയാണ് എന്റെ ആത്മാവിനെ പിടിച്ചു കെട്ടുവാൻ ആൾക്കാർ വരുന്നത് എന്ന് അമിഷ്ടോത്രം തിരിച്ചറിയാൽ നമുക്ക് അബദ്ധം പറ്റി പോകുവാനിടയായി തീരും. നിത്യതയിലേക്ക് നമ്മളെ ആനയിക്കുവാൻ ദൈവദൂതന്മാർ വരണം. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ ഇന്ന് സമർപ്പിക്കുക. കർത്താവ്, ഇതുവരെ ഞാൻ എന്റെ ജീവിതത്തിൽ നിത്യതയെ കുറിച്ചുള്ള ദർശനമുള്ളിൽ ആകിയിട്ടില്ല. കർത്താവ്, സ്തോത്രം, ഹല്ലേലൂയ. ഇന്നത്തെ വചനം എന്നോട് ഇടപെട്ടു. എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കണമേ. സ്തോത്രം, എത്ര പേർക്ക് ആത്മാർത്ഥമായി ദൈവം മുൻപാകെ ഒന്ന് പറയുവാൻ കഴിയും? കർത്താവേ, സ്തോത്രം, എന്നെ അവിടുത്തെ സന്നിധിയിൽ ചേർക്കണമേ. അവിടുത്തെ സ്തോത്രം സിംഹാസനത്തിൽ ഇരിക്കുവാനുള്ള യോഗ്യത എനിക്ക് നൽകണമേ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ കഴിവ് കൊണ്ട് നടക്കത്തില്ല ദൈവമക്കളെ, നമ്മുടെ കഴിവ് കൊണ്ടോ ഒന്നും നടക്കത്തില്ല. പക്ഷേ സ്തോത്രം, യേശു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. സ്തോത്രം, യേശു കർത്താവ് പറയുകയാ, പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ തരും. നിങ്ങൾ ശക്തി ലഭിക്കുക. പാപത്തെ സ്തോത്രം അമ്മയൊക്കെ ജയിക്കുവാനുള്ള ശക്തി നിങ്ങളെ പകരുവാനിടയായി തീരുക. നിങ്ങൾ അതിനെ ജയിക്കുവാനിടയായി തീരണം. യൂദയുടെ ലേഖനത്തിൽ പറയുന്നത് സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങളെ സ്തോത്രം ദൈവമുമ്പാകെ നിർത്തുന്നവൻ, ഹല്ലേലൂയ, സ്തോത്രം സന്തോഷത്തോടെ ആനന്ദത്തോടെ നിർത്തുന്നവൻ. നമ്മൾ നിന്നു പോകുന്നതല്ല, അവൻ നമ്മളെ നിർത്തുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഒരുങ്ങാം. സ്തോത്രം, അതിനു വേണ്ടി പ്രവർത്തിക്കാം. ദൈവം ധാരാളമായി ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദിയോട് സ്തോത്രം പറഞ്ഞാണ്. അനുഗ്രഹമായിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കാനിടയായി തീർന്നു. നിത്യതയെക്കുറിച്ചും വിശ്വാസത്തിന്റെ ആഴത്തെക്കുറിച്ചും ഒക്കെ ഇന്ന് രാത്രികാലം ഇടപെടുവാനിടയായി തീർന്നല്ലോ. ദൈവം തന്നെയും തന്റെ കുടുംബത്തെയും തന്റെ ശുശ്രൂഷയും കർത്താവ് മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അല്ലെങ്കിൽ അല്പസമയം കൂടെ കർത്താവിന്റെ വചനത്തിൽ നിന്ന് കർത്താവിന്റെ നാലിൽ പാദത്തിൽ നമുക്കായതുകൊണ്ട് ആമേൻ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. അതിനാധാരമായി നമുക്ക് 1-2 വാക്യങ്ങൾ വായിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 15-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചു. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടും. ആമേൻ, ഹല്ലേലൂയ. അതിന്റെ 7-ാമത്തെ വാക്യം ഒന്നുകൂടെ നിങ്ങളൊന്ന് വായിച്ചോണം. പുസ്തകം കയ്യിലുള്ളവരെ ഒന്നുകൂടെ ഒന്ന് വായിച്ചോണേ. നിങ്ങൾ എന്നിലും എന്റെ വചനം വെച്ചാൽ കർത്താവ് പറയുകയാണ്, എന്റെ വചനം നിങ്ങളിലും ആയാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും നിങ്ങൾ ഇച്ഛിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഹല്ലേലൂയ ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കിട്ടും. തമ്പുരാൻ പറയുകയാണ്, എന്നോട് കൂടെ നടന്നിട്ട് കാര്യമൊന്നുമില്ല. ആമേൻ.
ആമേൻ. എന്നോട് കൂടെ നടന്നിട്ട് നിങ്ങൾ അപ്പം നുറുക്കി തിന്നിട്ട് ആമേൻ നിങ്ങൾ സന്തോഷത്തോടെ മടങ്ങിപ്പോയിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ അത്ഭുതം കണ്ടിട്ട് കാര്യമില്ല. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ വിടുതലുകളെ കണ്ടിട്ട് കാര്യമില്ല. രാത്രികാലം ആത്മാവ് എന്നോട് ഇങ്ങനെ പറയാൻ പറയുന്നു. ആമേൻ. ദൈവത്തിന്റെ വചനമാകുന്ന ആമേൻ ഹല്ലേലൂയ ആ സാന്നിധ്യം നമ്മുടെ അകത്തളങ്ങളിൽ വ്യാപരിക്കണം. ആമേൻ. ദൈവവചനം നമ്മുടെ അകത്തളങ്ങളിൽ വ്യാപരിക്കുമ്പോൾ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, നിന്റെ ജീവിതത്തിൽ പർവ്വതം പോലെ നിൽക്കുന്ന ആമേൻ ചില പ്രതിസന്ധികളെ യേശുവിന്റെ നാമത്തിൽ ഇതെങ്ങനെ മറികടക്കുമെന്ന് പറഞ്ഞ ആമേൻ ഇതെങ്ങനെ തകർത്ത് ഞാൻ അപ്പുറത്ത് കിടക്കുമെന്ന് പറഞ്ഞ ആമേൻ ഭാരപ്പെടുന്ന ചില മേഖലകളെ ആമേൻ തകർത്ത് ആമേൻ അതിനെ ഇടിച്ചു കളഞ്ഞുകൊണ്ട് അതിനെ സമഭൂമിയാക്കി മാറ്റിക്കൊണ്ട് അപ്പുറത്തേക്ക് കടക്കുവാൻ ആമേൻ ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം. ആമേൻ. തമ്പുരാൻ പറയുകയാണ്, ഈ വചനം നിന്റെ അകത്തളങ്ങൾ വ്യാപരിക്കട്ടെ. ഈ വചനം നീ ഉരുവിട്ടുകൊണ്ട് നിന്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധിയെ നോക്കിക്കൊണ്ട് ആമേൻ ഹല്ലേലൂയ അതിനോട് പോക, പുറത്തു പോക, വിട്ടുപോക എന്ന് നീ കൽപ്പിക്കുമ്പോൾ അതങ്ങനെ തന്നെ സംഭവിക്കും. പറയുന്നു, ഈ മലയോട് നീങ്ങി കടലിൽ പോയി മറയ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കും. അവൻ അതിന്റെ ഹല്ലേലൂയ ആഴം എങ്ങനെയാണ്? അവൻ ഒരു മലയെ കുറിച്ച് തമ്പുരാൻ പറഞ്ഞെങ്കിൽ, അവനൊരു മലയെ കുറിച്ച് തമ്പുരാൻ വ്യാഖ്യാനിച്ചെങ്കിൽ അവൻ അതിന്റെ ഹല്ലേലൂയ ഉദാഹരണം എന്താണെന്ന് അറിയാമോ? നിന്റെ ജീവിതത്തിൽ വരുന്ന, നിന്റെ കുടുംബ ജീവിതത്തിൽ വരുന്ന അവൻ നിന്റെ നന്മയുടെ മേലെ വരുന്ന, നിന്റെ തലമുറയുടെ മേലെ വരുന്ന അവൻ ചില പ്രതിസന്ധികളെ കുറിച്ചാണ് തമ്പുരാൻ പറയുന്നത്. അവൻ അതിനോട് വചനമകത്തളങ്ങളിലുള്ളത് ആ വചനത്തെ ഉരുവിട്ടുകൊണ്ട് അവൻ പുറത്തു പോക എന്ന് പറഞ്ഞ് നീങ്ങി പോക എന്ന് പറഞ്ഞ് അതങ്ങനെ സംഭവിക്കുമെന്നാ തമ്പുരാൻ പറഞ്ഞത് യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് പത്രോസിന് പറയുന്നത്, പത്രോസേ നീ കൂടെ നടന്നിട്ട് കാര്യമില്ല. ആമേൻ ഹല്ലേലൂയ. നീ എന്നോട് കൂടെ നടന്ന അത്ഭുതങ്ങൾ കണ്ടിട്ട് കാര്യമില്ല. ആമേൻ ഹല്ലേലൂയ. അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആമേൻ നിന്നെ കുറിച്ച് സാത്താൻ എന്റെ അടുക്കൽ നിന്നുകൊണ്ട് പറയുന്നു, ആമേൻ നിന്നെ മാറ്റിക്കളയേണ്ടതിന്, അവൻ നിന്റെ വിശ്വാസം ഇല്ലാതാക്കി കളയേണ്ടതിന്, നിന്നെ പുറത്താക്കി കളയേണ്ടതിന് സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. Praise the Lord. Hallelujah. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. അപ്പോൾ വചനം ആമേൻ നമ്മളെ ജീവിപ്പിക്കുന്നതാണ്. വചനം ആമേൻ നമ്മുടെ പ്രതിസന്ധികളെ മാറ്റുന്നതാണ്. വചനം നമ്മളെ ആമേൻ നിത്യതയിൽ എത്തിക്കുന്നതാണ്. വചനം ആമേൻ ഹല്ലേലൂയ ചെങ്കടലിനെ ആമേൻ രണ്ടായി വിഭാഗിക്കുന്നതാണ്. വചനം തീക്കൽ പാറയിൽ നിന്ന് വെള്ളത്തെ പുറപ്പെടുവിക്കുന്നതാണ്. വചനം ആമേൻ ഹല്ലേലൂയ മരുഭൂമിയിൽ മണ്ണയെ തരുന്നതാണ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ഈ വചനം അകത്തളങ്ങളിൽ ആമേൻ വ്യാപരിച്ചുകൊണ്ട് ഒരു ജനം, ഒരു കൂട്ടം ജനം ആമേൻ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വരികയാണ്. ആമേൻ. അവരുടെ അകത്തളങ്ങളിൽ വചനം ഹല്ലേലൂയ നിറഞ്ഞു നിൽക്കുകയാണ്. ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇങ്ങനെ കടന്നു വരികയാണ്. ആമേൻ. മിസ്രയീമിൽ നിന്ന് ഇങ്ങനെ കടന്നിങ്ങനെ മുമ്പോട്ട് വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ മോവാബ് ദേശത്ത് ആമേൻ ഈ ജനം കടന്നു വരികയാണ്. ആമേൻ. കടന്നു വരുന്ന അവിടെ അവർ പാളയമടിക്കുകയാണ്. പാളയമടിക്കുമ്പോൾ ഹല്ലേലൂയ ബാലാക്ക് എന്ന് പറയുന്ന ആമേൻ ഹല്ലേലൂയ ആ നാട്ടിലെ രാജാവ് ആമേൻ ഈ ജനത്തെ കണ്ടിട്ട് ആമേൻ ഹല്ലേലൂയ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ജനം അസാധ്യമായ ജനമാണ്. ഈ ജനം ഹല്ലേലൂയ ഈ ജനം ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ കരത്തെ നീട്ടിയാൽ അവർ ചവിട്ടുന്ന ദേശം ആമേൻ ഹല്ലേലൂയ അവർ നശിപ്പിക്കും, അവർ ഇല്ലാതെയാക്കും, അവർ ശൂന്യതയാക്കും. കാരണം അവർ ദൈവമക്കളാണ്, അവർ ദൈവ സാന്നിധ്യമുള്ളവരാണ്. അവർ കടന്നു വന്ന ഈ ഹല്ലേലൂയ പാളയത്തിൽ അവൻ തമ്പടിച്ചെങ്കിൽ നമ്മെ ആമേൻ ഒരു പശു നക്കിക്കളയുന്നത് പോലെ നമ്മെ നക്കിക്കളയാൻ ഹല്ലേലൂയ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൻ ഇവരോട് എതിർത്ത് നിന്നെ മതിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ബാലാക്ക് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അവൻ ഹല്ലേലൂയ സംഖ്യാപുസ്തകത്തിൽ അവൻ നമ്മൾ വായിക്കുന്നത് അതിന്റെ ഹല്ലേലൂയ 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ബാലാക്ക് ഒരുവരെ വിളിച്ചുകൊണ്ട് വരികയാണ്. അവൻ ബിലയാമെന്ന് പറയുന്ന അവൻ ഹല്ലേലൂയ ശപിക്കുന്നവനും പ്രാകുന്നവനുമാകുന്ന അവൻ ഹല്ലേലൂയ ഒരു പ്രവാചകനെ അവൻ ബാലാക്ക് വിളിച്ചുകൊണ്ട് വരിക. എന്തിനാണെന്നറിയാമോ? ദൈവജനത്തെ പ്രാകുവാൻ, ദൈവജനത്തെ മുടിക്കുവാൻ, ദൈവജനത്തെ നശിപ്പിക്കുവാൻ അവൻ
ഹല്ലേലൂയ വിളിച്ചുകൊണ്ടുവരുമ്പോൾ അവൻ വിളിച്ചുകൊണ്ടുവന്ന അവൻ ഹല്ലേലൂയ അവൻ ബിലയാമെന്ന് പറയുന്ന ആ പ്രവാചകനുണ്ടല്ലോ, അവൻ ജനത്തെ നോക്കിക്കൊണ്ട് അവൻ ശമിക്കുവാൻ അവന് നാവ് പൊങ്ങുന്നില്ല. അവൻ ജനത്തെ നോക്കിക്കൊണ്ട് പ്രാകുവാൻ നാവ് പൊങ്ങുന്നില്ല. കാരണം ഈ ജനം അവൻ വചനമകത്തരങ്ങളുള്ള ജനമാ. ഈ ജനം ദൈവ സാന്നിധ്യമുള്ള ജനമാ. Praise the Lord. ഹല്ലേലൂയ. 23-ാം അധ്യായത്തിന്റെ ആമേൻ ഹല്ലേലൂയ 22-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ അവിടെ ബിലയാമ പറയുന്ന ഒരു കാര്യമുണ്ട് ജനത്തെ നോക്കിക്കൊണ്ട്. അത് വായിച്ചാൽ ആമേൻ ഹല്ലേലൂയ. ആമേൻ അപ്പോൾ പ്രാഗിക്കൊല്ലുക, ആമേൻ മുടിച്ചു കളയുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ വരുന്നവൻ ആമേൻ പറയുക, ഈ വരുന്ന ജനമുണ്ടല്ലോ, ഈ ജനമുണ്ടല്ലോ, ഈ ജനം കാട്ടുപോത്തിന് തുല്യമായ ബലമുള്ളവരാ. യേശുവിന്റെ നാമത്തിൽ വചനമകത്തളങ്ങൾ ഉള്ളവർ അവൻ കാട്ടുപോത്തിന്റെ പോലെ അവൻ ബലമുള്ളവരാണ്. അവൻ ഒന്നിനെ ഭയപ്പെടത്തില്ല. അവൻ ഒന്നിനെ കാട്ടിലെ സിംഹത്തെ പോലും അവൻ ഭയപ്പെടുന്നില്ല. അവൻ കാട്ടിലെ സിംഹത്തിന്റെ അടുക്കൽ പോലും അവൻ ഹല്ലേലൂയ അവൻ പേടി നിൽക്കുന്നവരാ. അവൻ ഹല്ലേലൂയ അത്ര ശക്തനായവരാ. അവൻ പറയുകയാണ്, ഈ ജനം കാട്ടുപോത്തിന് തുല്യമായ ബലമുള്ളവരാണ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ആമേൻ. അപ്പോൾ ആമേൻ ഈ ശക്തി എന്ന് പറയുന്നതാണ് അസാധാരണമായ ശക്തിയാണ്. യോഹന്നാൻ 1 വായിക്കുന്നത് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആദിയിൽ ആമേൻ വചനമുണ്ടായിരുന്നു. ആമേൻ വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ വചനം ദൈവമായിരുന്നു. യേശുവിന്റെ നാമത്തിൽ അത് ജീവനുള്ളവനായിരുന്നു. അവൻ അത് ചൈതന്യമുള്ളവനായിരുന്നു. ഈ വചനമാണ് ഹൃദയത്തിനകത്തവർ പകരുവാൻ യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുക. ആമേൻ ഹല്ലേലൂയ. ഈ വചനമാണ് തമ്പുരാൻ പറയുന്നത്, നിന്റെ ഹൃദയത്തിനകത്തവർ കഴിയട്ടെ. നന്ദിയോട് സ്തോത്രം. അപ്പോൾ ഈ വചനമകത്തവരുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ പ്രതിസന്ധികളോട് ആമേൻ ഹല്ലേലൂയ വിരൽ ചൂണ്ടിയാൽ അത് അവിടെ നിൽക്കും. ആമേൻ നിന്റെ തന്മയെ തകർക്കാൻ വരുന്ന, ആമേൻ നിന്റെ തലമുറയെ തകർക്കാൻ വരുന്ന, നിന്റെ ജീവിതത്തിന്റെ മേഖലകളെ തകർക്കാൻ വരുന്ന പ്രതിസന്ധികളെ ആമേൻ നീ മുട്ടുമടക്കുമ്പോൾ ഹല്ലേലൂയ നീ മുട്ടുമടക്കുമ്പോൾ അത് പിന്മാറാനിടയായിത്തീരും. അവൻ കാരണം അത് ജീവനുള്ളതാണ്. അവൻ അത് ഹല്ലേലൂയ അത്യന്ത ശക്തിയുള്ളതാണ്. അവൻ അതിനോട് എതിർത്ത് നിൽക്കുവാൻ ഒരുവന് കഴിയത്തില്ല. കാരണം അവൻ ഹല്ലേലൂയ അവൻ ജീവനുള്ള ദൈവമാണ്. ഈ കൂടാരത്തിന്റെ അകത്തളങ്ങളിൽ പാർക്കുന്നത് അവൻ. അതുകൊണ്ടാണ് തമ്പുരാൻ പറയുന്നത്, എനിക്ക് പാർക്കേണ്ടത് നിന്റെ ഹൃദയത്തിന്റെ വാതിലിനെ ഒന്ന് തുറന്നിട. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ ഈ ത്യാഗിക്കൊല്ല ശപിച്ചുകൊല്ല അവൻ വന്നു നിൽക്കുന്ന അവൻ പ്രവാചകൻ പറയുകയാണ്, ഈ ജനം അവൻ അസാധാരണമായ ജനമാണ്. ഇന്ന് രാത്രിക്കാലം പറയട്ടെ, നിന്നെ നോക്കിക്കൊണ്ട് അവൻ നിന്റെ ചുറ്റുമട്ടോളം ജാതികൾ പറയണം, ഇവൻ അസാധാരണ ഹല്ലേലൂയ കഴിവുള്ളവരാണ്. ഇവൻ അസാധാരണമായ ഭക്തനായ മനുഷ്യനാണ്. കാരണം ഇവന് വസിക്കുന്നത് ജീവനുള്ള ദൈവമാണ്. ഇവൻ മുട്ടുമടക്കുമ്പോൾ അത്ഭുതങ്ങളെ കാണുവാൻ ഇടയായിത്തീരുന്നു. ഇവൻ മുട്ടുമടക്കുമ്പോൾ എന്റെ ഉറക്കത്തെ നഷ്ടപ്പെടുന്നുണ്ട്. ഇവൻ ഹാലിൽ മുട്ടുമടക്കുമ്പോൾ ചില പ്രതിസന്ധികൾ എന്റെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. അതാണ് ഈ വചനത്തിന്റെ ശക്തി. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞു, ഈ വചനം നമ്മുടെ അകത്തളങ്ങളിൽ കയറട്ടെ. ഈ വചനം അകത്തളങ്ങളിൽ കയറട്ടെ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ആമേൻ. അതിന്റെ അടുത്ത വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. അവിടെ പറയുകയാണ്, ആഭിചാരം യാക്കോബിന്റെ ജനമായിരിക്കുന്ന ഈ ജനത്തിന് ഫലിക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഒരു ലക്ഷണവിധിയും ഈ ഇസ്രായേലിന് ഫലിക്കത്തില്ല. കാരണം അവന്റെ അകത്തളങ്ങളിൽ വചനം. ആമേൻ. ഹല്ലേലൂയ. അവന്റെ അകത്തളങ്ങളിൽ ദൈവ സാന്നിധ്യമുണ്ട്. അവന്റെ അകത്തളങ്ങളിൽ ദൈവ കൃപയുണ്ട്. അവന്റെ അകത്തളങ്ങളിൽ അഭിഷേകത്തിന്റെ ശക്തിയുണ്ട്. അവന്റെ അകത്തളങ്ങളിൽ കൃപാവരങ്ങളുണ്ട്. ആമേൻ. ഹല്ലേലൂയ. കാരണം ആമേൻ. അതുകൊണ്ട് ഒരു ആഭിചാര
Praise the Lord. Hallelujah. Hallelujah. അപ്പോൾ ആമീൻ. ദൈവത്തിന്റെ വചനം അകത്തളങ്ങളിൽ ഉള്ളവന് ആഭിചാരമേക്കത്തില്ല, ഒരു ലക്ഷണവിദ്യമേക്കത്തില്ല. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ആമീൻ. ഹല്ലേലൂയ. ഈ വചന മകത്തലങ്ങളിൽ ഉള്ളവൻ ആമീൻ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് വചനം ഉരുവിട്ടുകൊണ്ട് അവൻ നിനക്കെതിരെ ആമീൻ വെല്ലുവിളിച്ചു നിൽക്കുന്ന, അവൻ നിന്നെ തകർത്ത് കളയുമെന്ന് പറഞ്ഞ്, നിന്നെ ഇല്ലാതാക്കി കളയുമെന്ന് പറഞ്ഞ്, അവൻ ഇനി എന്നെ തലയുയർത്തി നിൽക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചു നിൽക്കുന്ന അന്ധകാര ശക്തിയോട് ആമേൻ ഈ വചന മകത്തലങ്ങൾ നിറച്ചുകൊണ്ട് ആത്മാവിൽ ആമേൻ അതിനോട് പോരാടി പ്രാർത്ഥിച്ച അവൻ അത് നിന്റെ മുൻപിൽ മുട്ടുകുത്തുമെന്ന്. അവൻ അതിന്റെ തെളിവ് യെരമ്യാ പുസ്തകം. അവൻ ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. അതിന്റെ അവൻ ഹല്ലേലൂയ 1:9-10 വാക്യങ്ങൾ വായിച്ചു. യെരമ്യാ 1-ാം അധ്യായം ആമേൻ. ഹല്ലേലൂയ. പിന്നെ യഹോവ കൈ നീട്ടി. ആമേൻ. ഹല്ലേലൂയ. പ്രവാചകൻ പറയുകയാണ്, പിന്നെ യഹോവ കൈ നീട്ടി എന്റെ വായെ തൊട്ടു. ആമേൻ. ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ നാവിൽ തന്നിരിക്കുന്നു. ഇന്ന് രാത്രിക്കാലം ആത്മാവിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ആമേൻ, ഞാൻ എന്റെ വചനങ്ങളെ ഇതിനകത്തറകളിൽ ഇരിക്കുന്ന ദൈവമക്കളുടെ ആദരങ്ങളിലേക്ക് കൈമാറുമെന്ന്. യേശുവിന്റെ നാമത്തിൽ ഇതാ ജീവനില്ലാത്തവരെ ജീവനുള്ളവനാക്കി പുറത്തു കൊണ്ടുവരികയാണ്. ഇതാ വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില വെല്ലുവിളി വീരന്മാരെ തകർത്ത് കളയുന്നതാണ്. അപ്പോൾ അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് യെരമ്യാ പ്രവാചകനോട് പറയുകയാണ്, ഈ ഞാൻ എന്റെ വചനം നിന്റെ നാവിനെ തരികയാണ്. അടുത്തത് യേശുവിന്റെ നാമത്തിൽ ഈ വചനമകത്തലങ്ങളിൽ ഉള്ളവരെ കുറിച്ച് അവൻ ദൈവത്തിന്റെ ആത്മാവ് കൈമാറുകയാണ്. അവൻ ഈ വചനമായി നീ കടന്നുപോ. അവൻ ചിലതിനെ പൊളിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ നിനക്കെതിരായി അവൻ ചില കെട്ടുകളെ കെട്ടി യേശുവിന്റെ രക്തത്താൽ നീ പുറത്തു വരത്തില്ല എന്ന് പറഞ്ഞ അവൻ നിന്റെ കെട്ടുവരിക മുറുക്കി ആഴക്കടലിലേക്ക് തള്ളിയിടാനായി അവൻ വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില ആവിചാര ശക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഈ വചനം അതിനെ പൊളിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. നിന്റെ നന്മക്കെതിരെ, നിന്റെ തലമുറയുടെ നന്മക്കെതിരെ, നിന്റെ കുടുംബജീവിതത്തിന്റെ നന്മക്കെതിരെ ഹല്ലേലൂയ ചില കെട്ടുകളെ കെട്ടി ഹല്ലേലൂയ എന്ന് പറഞ്ഞ വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില വെല്ലുവിളികളെ ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രിക്കാലം പറയുക, അതിനെ പൊളിക്കാൻ. Haramana Handara Ragadana Vaida Sudha Ragadana Shanda Ragadana Athara Ragadana Vaide Adura Mana Ragadana Dara Jeevan Vaida Ragadana Shanda Adura Kara Ragadana Vaida Ragadana Yeshuvinda Naamathil Jayamenukuya. ജയമെടുക്കുന്നു. ഇന്ന് രാത്രിക്കാലം ആത്മാവ് പറയുകയാണ്, അവൻ നിന്റെ നാവിലേക്ക് അധികാരത്തിന്റെ വചന ചിലരെ ഭരിക്കുവാൻ, ചിലരെ അടിക്കുവാൻ, തകർക്കുവാൻ രക്തത്താൽ ജയമെടുക്കുന്നു. ഇത് രാത്രിക്കാലം യേശുവിന്റെ നാമത്തിൽ അവൻ രാത്രിക്കാലം പ്രാർത്ഥിച്ചു. അവൻ എന്റെ അതരത്തിന്മേൽ വീഴട്ടെ, ആ വചനത്തിന്റെ ശക്തി യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ആത്മീയ ജീവിതത്തെ കണ്ടുകൊണ്ട്, നിന്റെ ആത്മീയ ഉയർച്ചയെ കണ്ടുകൊണ്ട്, നിന്റെ പ്രാർത്ഥനയെ കണ്ടുകൊണ്ട് നിനക്കെതിരായി നിന്ന് വെല്ലുവിളിക്കുന്ന ചില അന്ധകാരങ്ങളെ, ചില വ്യാപാരങ്ങളെ പൊളിക്കേണ്ടവരാ ഇന്ന് രാത്രിക്കാലം പ്രാർത്ഥിക്കാം. എന്റെ അലർത്തിനെ വിടട്ടെ യേശുവിന്റെ നാമത്തെ ആ വചനത്തിന്റെ
ജീസസ് ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം. ചിലതിനെ പൊളിക്കുവാൻ, ചിലതിനെ പൊളിക്കുവാൻ, ചിലതിനെ പൊളിക്കുവാൻ, ചിലതിനെ പൊളിക്കുവാൻ, ചിലതിനെ പൊളിക്കുവാൻ ഒരു പ്രവാചകൻ വേണ്ട. അവൻ ഒരു പ്രവാചകനെ നീ വിളിക്കണ്ട. അവൻ ഒരു പ്രവാചകൻ വരണ്ട. ഇന്ന് രാത്രിക്കാലം നീ ഏൽപ്പിച്ചുകൊടാ. ഇന്ന് രാത്രിക്കാലം നീ പറ, എന്റെ നാവിനെ വീഴട്ടെ ആ വചനത്തിന്റെ ശക്തി. യേശുവിന്റെ രക്തത്താൽ നിന്റെ നന്മ മാത്രമുള്ള അവൻ എല്ലാവരും വ്യാജ പ്രവാചകന്മാർ കൊണ്ടുപോകാതെ, അവൻ നിന്റെ നന്മ അവൻ പ്രവാചകന്മാർ കൊണ്ടുപോകാതെ ഇന്ന് രാത്രിക്കാലം പറ, അവൻ ആ ശക്തി എന്റെ മേൽ, ആ വചനം എന്റെ ഹൃദയത്തിന്റെ യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. എന്റെ മേൽ, എന്റെ മേൽ, എന്റെ മേൽ വീഴട്ടെ, എന്റെ മേൽ വീഴട്ടെ. ഇതിനകത്ത് ഇരിക്കുന്ന ദൈവഭൂമിയുടെ മേൽ വീഴട്ടെ, ദൈവത്തിന്റെ അഭിഷിക്തന്മാരുടെ മേൽ വീഴട്ടെ. ആമേൻ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ മേൽ വീഴട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചിലരെ അഴിക്കുക, ചിലരെ അഴിക്കുക, ചിലരെ അഴിക്കുക, ചിലരെ അഴിക്കുക. യേശുവിന്റെ നാമത്തിൽ ആ വചനത്തിന്റെ ശക്തി. ശിവമന ഹനമന ഹടഗദ രഗന ശിവനമ രഗദന വൈഡ രഗദന അദരഗ ദാവന വൈഡ വദന്തര വിഗല രഗദ അധുര ദാരം വൈഡേ രഗദൽ കനഗ അദരം ധാരം വൈഡം ധാരം വൈഡ ധൂട കെട്ടി വൈഡ കെട്ടി അടക കെട്ടി ചാരം വേരം വൈഡേ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ചില അടിയട്ടെ. ആമേൻ. ചില നാളുകളുടെ സത്യത, ചില നാളുകളുടെ വചനത്തിന്റെ വിളിവിളില ഇന്ന് രാത്രികാലത്ത് അറിയട്ടെ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം അഴിഞ്ഞു മാറട്ടെ, ഇന്ന് രാത്രികാലം അഴിഞ്ഞു മാറട്ടെ, ഇന്ന് രാത്രികാലം അഴിഞ്ഞു മാറട്ടെ. കൃപ 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 കൃപ. അടുത്തത് അടുത്തത് അടുത്ത വാക്യം, അടുത്ത വാക്യം, അടുത്ത വാക്യം. യേശുവിന്റെ നാമത്തിൽ സമയം സമയം പെട്ടെന്ന് 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 യേശുവിന്റെ നാമത്തിൽ ഇടിച്ചു കളയുവാനും പണിയുവാനും നടുവാനും ഞാൻ നിന്നെ ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ചിലതിനെ പണിതെടുക്കുക. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. തകർക്കപ്പെട്ട് കിടക്കുക. ആമേൻ. ചിലതിനെ ആമേൻ പണിതെടുക്കുക. യേശുവിന്റെ നാമത്തിൽ. അവരുടെ തലമുറയാണോ, അവരുടെ ചാർച്ചക്കാരാണോ, ആമേൻ അവരുടെ സഹോദരങ്ങളാണോ, അവരുടെ അയൽക്കാരാണോ തകർന്ന് കിടക്കുന്നത് ഇന്ന് രാത്രിക്കാലം തമ്പുരാൻ പറയുകയാണ്. ഈ വചനത്തിന്റെ ശക്തി ചിലതിനെ പണിതെടുത്ത് പുറത്തു കൊണ്ടുവരുന്നതാ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഈ ശക്തി, ഈ വചനത്തിന്റെ ശക്തി ആമേൻ ഇത് ആമേൻ ചില ജാതികളുടെ മധ്യയിലേക്ക്, ആമേൻ ചില ജാതികളുടെ മധ്യയിലേക്ക് ആമേൻ ഹല്ലേലൂയ ആഭിചാരങ്ങളെ ചെയ്യുന്ന, ദുർബന്ധങ്ങളെ ചെയ്യുന്ന, വിളിച്ചു നേർച്ചകളെ ചെയ്യുന്ന ആമേൻ ചില ജാതികളുടെ ഇടയിലേക്ക് നിന്റെ ഈ വചനത്തെ തന്ന, ആമേൻ ഈ വചനത്തെ നിന്റെ നാവിലേക്ക് തന്ന യേശുവിന്റെ നാമത്തിൽ ആമേൻ നിന്നെ ഞാൻ ആമേൻ ഹല്ലേലൂയ ജാതികളുടെ നടുവിലേക്ക് അയക്കാൻ പോകുകയാണ്, രാജ്യങ്ങളുടെ നടുവിലേക്ക് അയക്കാൻ പോകുകയാണ്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഇന്ന് രാത്രികാലം അതേ ആമേൻ ഹല്ലേലൂയ ആ വചനം നമ്മുടെ അകത്തളങ്ങളിൽ കയറട്ടെ. ആമേൻ ഹല്ലേലൂയ ദൈവ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിനകത്തളങ്ങളിൽ കയറട്ടെ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. നാളുകളായി നാളുകളായി കരയുന്ന, നാളുകളായി നാളുകളായി ഭാരപ്പെടുന്ന, നാളുകളായി നാളുകളായി മുൻപോട്ട് നടക്കുവാൻ കഴിയാതെ ആമേൻ ഹല്ലേലൂയ നിന്നെ തടഞ്ഞു നിർത്തുന്ന ചില ആമേൻ ഹല്ലേലൂയ ശക്തികളെ ഇന്ന് രാത്രികാലം ആമേൻ ആത്മാവിന്റെ നാരെടുത്തുകൊണ്ട് ആമേൻ വചനം ഉരുവിട്ടുകൊണ്ട് ഇന്ന് രാത്രികാലം അവരോട് കൽപ്പിക്കാം. രാത്രികാലം ആമേൻ ഹല്ലേലൂയ. ആമേൻ യോഹന്നാൻ ഹല്ലേലൂയ സുവിശേഷത്തിൽ ഇങ്ങനെ അവൻ രേഖപ്പെടുത്തുന്നല്ലോ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും ഇരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ആമേൻ ഹല്ലേലൂയ ആമേൻ യാചിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടും, അത് നിങ്ങൾക്ക് കിട്ടും. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഇന്ന് രാത്രികാലം ആമേൻ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. വൃഥാ
നമ്മൾ യാചിച്ച ഒന്നും കിട്ടത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ജപന ഹല്ലേലൂയ പ്രാർത്ഥന കൊണ്ടൊന്നും ലഭിക്കത്തില്ല. ഇന്ന് രാത്രികാലം ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയോടെ, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയോടെ, ദൈവത്തിന്റെ ശാരീരിക സാന്നിധ്യത്തോടെ ഇന്ന് രാത്രികാലം നീ പ്രാർത്ഥിക്കുക, നീ ഹല്ലേലൂയ ആരാധിക്കുക. ആമേൻ, നീ ആഗ്രഹിക്കുന്നത് തമ്പുരാൻ നിനക്ക് തരുമെന്ന് ഇന്ന് രാത്രികാലം ആമേൻ ആ വചനം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ കൈമാറണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ, ഹല്ലേലൂയ. യെരമ്യാ പ്രവാചകനായിരിക്കുന്ന സാധാരണക്കാരനായിരിക്കുന്ന മനുഷ്യന്റെ നാവിലേക്ക് ആ വചനത്തെ കൊടുത്തെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, ചിലതിനെ പൊളിക്കുവാൻ, ചിലതിനെ തകർക്കുവാൻ, ചിലതിനെ പണിതെടുക്കുവാൻ, ചിലതിനെ നട്ടെടുക്കുവാൻ, ആമേൻ, വളർത്തിയെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അവന്റെ നാവിന്റെ പകർന്നെങ്കിൽ ഇന്ന് രാത്രിക്കാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ആ ശക്തി എന്റെ നാവിനെ പകരണം. ആ സാന്നിധ്യത്തിന്റെ ഹൃദയത്തിന്റെ ഇറങ്ങട്ടെ. ഞാൻ എന്റെ ഹൃദയത്തിന്റെ വാതിലിനെ തുറക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. നീ എന്റെ ഹൃദയത്തിൽ വസിക്കട്ടെ. ആമേൻ, നിന്റെ സാന്നിധ്യം എന്റെ ഹൃദയത്തിൽ വസിക്കട്ടെ. ഇന്ന് രാത്രിക്കാലം ആമേൻ, ചിലതിനെ ആഗ്രഹിക്കുന്നു, ചിലതിനെ നോക്കിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതെനിക്ക് ലഭിക്കുക. ഇന്ന് രാത്രികാലം ആമേൻ, കർത്താവിന്റെ വചനം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിറയട്ടെ. ആ സാന്നിധ്യത്തിൽ നമ്മളെ മുന്നോട്ട് കർത്താവ് നടത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ, എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. നമുക്കൊരുമിച്ച് ഇന്ന് രാത്രികാലം പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കുവാൻ സമയമായല്ലോ. ഇന്ന് രാത്രികാലം നമ്മൾ ഒരുമിച്ച്